നമസ്കാരം, ലൂസ് അവറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ലൂസ് അവറിൽ ഭരണത്തിന്റെ 4 വർഷം പൂർത്തിയാക്കുന്ന തൊമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണത്തെ കുറിച്ചുള്ള ഒരു അവലോകനമാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ കേരള മുഖ്യമന്ത്രി തൊമ്മൻചാണ്ടി, പ്രതിപക്ഷ നേതാവ് അച്ചു മാമൻ, NSNDP നേതാവ് രമേശൻ മുതലാളി, ഇവരോടൊപ്പം പങ്കെടുക്കുന്നത് ചുരുളീധരൻ, സംഭവ ബഹുലമായ പല കാര്യങ്ങളും പുരോഗതിയിലേക്കുള്ള കുതിപ്പും വിവാദങ്ങളുടെ ഘോഷയാത്രയും കൊണ്ട് സംഘർഷഭരിതമായ 4 വർഷം. ആദ്യം നമുക്ക് മുഖ്യമന്ത്രി ശ്രീ തൊമ്മൻചാണ്ടിയോട് ചോദിക്കാം. സാർ, താങ്കൾ എങ്ങനെയാണ് ഈ കഴിഞ്ഞ 4 വർഷത്തെ ഭരണം നോക്കിക്കാണുന്നത്? ഈ 4 വർഷം ഞങ്ങള് അതിവേഗം ബഹുദൂരം മുന്നോട്ട് പോയി. എനിക്ക് തികഞ്ഞ സംതൃപ്തിയാണ് എനിക്കുള്ളത്. പോയി അങ്ങ് പോയി. ഈ അടുത്ത കാലത്തൊന്നും പാർലമെന്റിൽ തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല. ഇതാരാ ഈ പറയുന്നത്? അഖിലേന്ത്യാ പാർട്ടിയായിരുന്ന നിങ്ങള് കയ്യിലിരിപ്പ് കൊണ്ട് അഖില കണ്ണൂർ പാർട്ടിയായെന്ന് വളർന്ന് പന്തലിച്ചല്ലോ. ശ്രീ ചുരുളിക്ക് ഈ വിഷയത്തെ കുറിച്ച് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു. കുറച്ചു നേരമായി കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നു. എന്താണ് ചുരുളിധരന്റെ അഭിപ്രായം? എനിക്ക് ശങ്കയാണ്. സാർ, ശങ്കിക്കണ്ട, പറഞ്ഞോളൂ. എനിക്ക് മൂത്രശങ്കയാണ്. ഈ രണ്ടുപേരുടെയും വർത്തമാനം കേട്ടപ്പോ തുടങ്ങിയതാണ് വല്ലാത്തൊരു മൂത്രശങ്ക. സഞ്ജയ് ഗരുദാസിന്റെ ഫാൻസ് ചുരുളിക്ക് പണി കൊടുത്തു എന്നാ തോന്നുന്നത്. പോയപ്പോഴുണ്ടായ ശുഷ്കാന്തി തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുമോ എന്തോ. ശ്രീ ചുരുളിയിലേക്ക് നമുക്ക് പിന്നീട് വരാം. സാർ, ഇനി വരുന്ന 1 വർഷം എന്തൊക്കെയാണ് താങ്കളുടെ പുതിയ പദ്ധതികൾ? അടുത്ത 1 വർഷം കൊണ്ട് കേരളത്തിന്റെ മുഖച്ഛായ തന്നെ ഞങ്ങൾ മാറ്റിയെടുക്കും. കേരളം തന്നെ അടിച്ചു മാറ്റാതിരുന്നാൽ മതിയായിരുന്നു. ജനങ്ങൾ ഇപ്പോൾ തന്നെ കേരളത്തെ കുറിച്ച് പറയുന്നത് തെളിവില്ല കേരളം. ഇവിടെ ഒന്നും തെളിവില്ലല്ലോ സാർ. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ബാറുകൾ പൂട്ടി കുടിയന്മാരെ ഞങ്ങൾ രക്ഷിച്ചില്ലേ? നിങ്ങൾ ബാറ് പൂട്ടി രക്ഷിച്ചു എന്നൊന്നും പറയണ്ട. ആ പാവങ്ങൾ AC-ലിരുന്ന് 2 എണ്ണം അടിച്ചിരുന്ന ഇപ്പോൾ വെയിലത്തും മഴയത്തും ക്യൂ നിന്നാണ് മേടിക്കുന്നത്. എന്നിട്ട് ഇതൊന്നും അടിക്കാമെന്ന് വെച്ചാലോ, പറമ്പിലിരുന്നാൽ പട്ടി ഓടിക്കും, റോഡിലിരുന്നാൽ പോലീസ് ഓടിക്കും, വീട്ടിലിരുന്നാൽ പെണ്ണും പിള്ളയെ ഓടിക്കും. ആ പാവങ്ങളുടെ ശാപം ഇയാൾ എവിടെ കൊണ്ട് തീർക്കും? അങ്ങനെ കൂടിയന്മാർക്കും ചോദിക്കാനും പറയാനും ഒരാളായി വന്നല്ലോ പുൽച്ചാടി, വന്നല്ലോ. ഇവിടെ ആരും ബാറ് പൂട്ടിയും ഗുരുവിനെ ക്രൂശിച്ചും വലിയ ആളാവാണെന്ന് നോക്കണ്ട. അപ്പോൾ താങ്കൾ ഭരണപക്ഷത്തെ അനുകൂലിക്കുന്നുമില്ല, പ്രതിപക്ഷത്തെ എതിർക്കുകയും ചെയ്യുന്നു. താങ്കൾ ശരിക്കും ആരുടെ കൂടെയാണ്? എന്നെ സ്നേഹിക്കുന്നതിനെ ഞാനും സ്നേഹിക്കും, മനസ്സറിഞ്ഞ് സ്നേഹിക്കും. എന്നാൽ ആ സോളാർ സഹതയോട് ഒരു പാർട്ടി ഉണ്ടാക്കാൻ പറയൂ. അവരാകുമ്പോൾ അറിഞ്ഞ് സ്നേഹിക്കും. അച്യുമാമൻ പറഞ്ഞതിനോട് 100% യോജിക്കുന്നു. താനതിനെ എന്നെ കൂട്ടുപിടിക്കേണ്ട. ഏത് സമരമുറ ഉപയോഗിച്ചും തന്നെ ഞാൻ തുരത്തും. താങ്കൾ സമരത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ. കേരളം കണ്ട പല വ്യത്യസ്തമായ സമരമുറകളും നടന്നത് ഈ 4 വർഷക്കാലത്താണ്. ഇതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എന്റെ പൊന്നു വേണു, ഇവർ സെക്രട്ടേറിയറ്റിൽ സമരം നടത്തി അവിടെ മൊത്തം അപ്പിയിട്ടിട്ട് പോയി. ഇപ്പോൾ അവിടെ നാളെയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. നന്നായി ഇച്ചിരി പാമോയിലും
ഇച്ചിരി പഞ്ചസാരയും കൂടുതൽ വാങ്ങിച്ചതിന് എന്റെ അച്ഛനെ ഇറക്കി വിട്ടവരല്ലേ അനുഭവിക്കണം. അതെ അതെ, ഇച്ചിരി പാവോയിലും ഇച്ചിരി പഞ്ചസാരയും വെറും 12 കോടി. 12 കോടി അയാൾക്കിട്ട് കൊടുത്തതുപോലുള്ള 8ന്റെ പണി തനിക്കും വച്ചിട്ടുണ്ട്. നിങ്ങളുടെ പണിയുടെ പുണ്യമൊന്നും ഇങ്ങോട്ട് പറയണ്ട. എന്റെ പൊണ്ണ് വേണു ബീഫ് നിരോധിച്ചപ്പോ ഇവര് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കപ്പയും ബീഫും കൊടുത്ത് സമരം നടത്തി. എനിക്ക് ആലോചിച്ചിട്ട് ഇരിക്കെ തോന്നിയില്ല. കാരണം കേന്ദ്രം ഇപ്പോൾ നിരോധിച്ചത് പോൺ സൈറ്റുകളാണ്. ഇനി അതിന്റെ പേരിൽ എന്തൊക്കെ കാണിച്ചു കൂട്ടുമോ? നമ്മളൊന്നും കാണിക്കുന്നില്ല, അതെല്ലാം നിങ്ങളുടെ ആൾക്കാർ വാട്സപ്പ് വഴി കാണിച്ചതല്ലേ. സർ, ധനകാര്യമന്ത്രി കോഴ വാങ്ങിച്ചെന്ന് പറയുന്നുണ്ടല്ലോ, എന്താണ് താങ്കളുടെ അഭിപ്രായം? സർ, ധനകാര്യമന്ത്രി കോഴ വാങ്ങിച്ചെന്ന് പറയുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ വകുപ്പ് എന്താ? ധനകാര്യം. ധനകാര്യ വകുപ്പിന്റെ ജോലി എന്താ? ധനം വാങ്ങുക, സൂക്ഷിച്ചു വയ്ക്കുക. അത്ര മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. വിദ്യാഭ്യാസത്തിലെ ആവാസങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് സാർ? ഞങ്ങളുടെ ഭരണകാലത്ത് പരീക്ഷ എഴുതാത്തവർ പോലും A+ വാങ്ങിച്ചു എന്നുള്ളതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? നിങ്ങൾ ഭരണത്തിൽ കയറിയതിൽ പിന്നെ ഇവിടെ നടക്കുന്നതെല്ലാം ആണല്ലോ. വെറും അല്ല, വട്ടത്തിലുള്ള സർ, ഖജനാവിലെ പണം MLA-മാരും MP-മാരും സ്വകാര്യ ആവശ്യത്തിനായി ദൂർത്തടിച്ചു എന്ന് കേട്ടല്ലോ, എന്താണ് താങ്കളുടെ അഭിപ്രായം? ഖജനാവിലെ പണം അടിച്ചു മാറ്റുന്നതിൽ വലതും ഇടതും കിടക്കാം. എല്ലാവരും ഒരേ അഭിപ്രായമാണ്. അങ്ങനെ അടച്ചാക്ഷേപിക്കേണ്ട കാര്യമില്ല. സർക്കാരിന്റെ 5 പൈസയും ആവശ്യത്തിന് പോലും മേടിക്കാത്ത MLA ഇവിടെയുണ്ട്. എന്നാൽ അത് നമുക്കറിയണമല്ലോ. എന്താ അയാളുടെ പേര്? മിസ്റ്റർ ലീഡറിന്റെ ഒരേ ഒരു മകൻ വട്ടിയൂർക്കാവിലെ മാണിക്യം, അതായത് ഈ ഞാൻ. ദൂർത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കിയിട്ടുള്ളത് പ്രതിപക്ഷ MLA-മാരാണ്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതോട് ഞാൻ യോജിക്കുന്നു. ഒരു പ്രതിപക്ഷ വനിതാ MLA ഈ അടുത്ത കാലത്ത് വിദേശത്ത് പോയി ദന്ത ചികിത്സ ചെയ്യാൻ 10-15 ലക്ഷം രൂപ മുടക്കി എന്ന് കേട്ടു. സർ, എന്ത് പല്ല് ചികിത്സയാണ് ഈ 10-15 ലക്ഷം രൂപ മുടക്കി ചെയ്തത്? 15 ലക്ഷം രൂപ മുടക്കി ചികിത്സിച്ച ആ പല്ലിന്റെ ഗുണം ശിവരാമൻ നായരുടെ തോളത്ത് നോക്കിയാൽ മതി സാർ. നായർക്കറിയാം സാർ. എന്റെ പൊണ്ണു വേണു, ഈ ജാതി സാധനങ്ങളെ ഒന്നും നിയമസഭയിൽ കയറ്റാനേ പറ്റില്ല. നിയമസഭ എന്താ തന്റെ പുതുപ്പള്ളിയിൽ നിന്ന് കൊണ്ടുവന്നതാണോ? പുതുപ്പള്ളിയിൽ കൊണ്ടുവന്നതാണോ? താൻ ഒരുമാതിരി അത്ര പറയുന്നു. ഗതി പറയുന്നോട് നിന്നെ പിന്നെ കണ്ടോളാം. രാജിവയ്ക്കൂ, പുറത്തു പോകൂ. രാജിവയ്ക്കൂ, പുറത്തു പോകൂ. പിന്നെ ആക്കണ്ട, ഇപ്പൊ തന്നെ കണ്ടോ. നാം വാമനം കേരളത്തിന് പൗരാണിക സംസ്കാരങ്ങളിൽ നിന്ന് മോചനം നൽകാൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി കേരളത്തിന് പുതുയുഗ പിറവി നൽകാനായി മനുഷ്യാവതാരമെടുത്തത്. എപ്പോഴൊക്കെ ധർമ്മം ക്ഷയിക്കുന്നുവോ അപ്പോഴെല്ലാം ധർമ്മ പുനഃസ്ഥാപനത്തിനായി നമ്മെ പോലുള്ളവർ അവതാരമെടുക്കും. ഇന്ന് നാം മനസ്സിലാക്കുന്നു, കേരളം വീണ്ടും അധർമ്മങ്ങളാൽ മലിനസമായിരിക്കുന്നു. അധർമ്മങ്ങളെ ചവിട്ടിത്താഴ്ത്തി കേരളത്തെ ശുദ്ധീകരിക്കാൻ വീണ്ടും അവതാര പുരുഷന്മാർ വരുമെന്ന് എല്ലാവരും ഓർത്തിരിക്കുക.